ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓർമ്മകൾ അവസാനിപ്പിച്ചു. 4ാം ക്ലാസ്സിൽ എന്തിലൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കും. ഓണം എന്ന് എഴുതുമ്പോൾ ഒരു രക്ഷയില്ല. തേവരെ കൊള്ളാന്നാണ് ഞാൻ പറയുക. നമസ്കാരം. ഓണം ഓർമ്മകളാണ്, വ്യക്തിപരമായ ഓർമ്മകളില്ലേ പറയാം. അത് ഞാൻ എൻ്റെ ഓർമ്മകൾ പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1961 പട്ടംതാണു പിള്ള മന്ത്രിസഭയാണ് കേരളത്തിലെ ഔദ്യോഗികമായ ഓണാഘോഷം ആരംഭിച്ചത്. വില്ലൻ ലോഗൻ നമ്മളെ മലബാർ മാനിൽ എഴുതിയ ആൾ AD 820 ഓണാഘോഷം കേരളത്തിൽ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ 620 തൊട്ടിട്ട് 670 കാലഘട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 11, 12 എന്താ അല്ല എന്താ ഇപ്പോൾ മഹാനായ ഷർഷ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണ ഓണത്തിനെ പറ്റി പറയാനല്ലേ? അതെ, ഓണം ഓർമ്മകൾ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ്. അതുപോലെ അങ്ങനെ ജനിച്ചു വരുമ്പോ തന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിലും ഒക്കെ ആയിരുന്നു അല്ലേ? ഞാൻ പറയട്ടെ, കേരളീയരാണ് ഓണം ആഘോഷിച്ചു തുടങ്ങിയെന്നുള്ള നമ്മുടെ വിശ്വാസം. തമിഴ്നാട്ടിലാണ് സംഘകാല കൃതികളിൽ അതുണ്ട്. മധുരൈ കാഞ്ചി എന്നുള്ള ഒരു കൃതിയിൽ പറയുന്നത് വെച്ചിട്ടാ തിരുമേനിയില്ല, വേറെ പേരാണ്. തിരുമാൾ എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് ഈ മഹാവിഷ്ണു അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് തിരുവോണം. പിന്നെ ശ്രാവണം, അത് പിന്നെ ശ്രാവണം എന്നായി, പാലി ഭാഷയിൽ ആവണം എന്നായി, ഓണം എന്നായി, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഓർമ്മകൾ? അല്ലാട്ടോ, എൻ്റെ ഓർമ്മ എനിക്ക് വേറെ ധാരാളം മധുരമുള്ള ഓർമ്മകളുണ്ട്. അതെ, മധുരവും സങ്കടവും ഒക്കെ ഉള്ളത്. അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്, പൊന്നിൻ ചിങ്ങം എന്നും പൊന്നോണം എന്നും പറയുന്നുണ്ടല്ലോ. ഇത് വെറുതെ പറയല്ല. 6 മാസത്തോളം അന്ന് നമ്മുടെ സംഘകാലഘട്ടത്തിൻ്റെ കാര്യമാണ്. കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ മഴയാണ്. ഈ മഴ സമയത്ത് ഈ ഭജനയും പഠനത്തിനും എല്ലാം ചിലവാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വ്യാപാരം. ഈ വ്യാപാരത്തിന് വേണ്ടിയിട്ട് കടലിലെ ഇതൊക്കെ ഒഴിവാകാനും മഴയൊക്കെ മാറാനായിട്ട് വിദേശ കപ്പലുകൾ ഇവിടുന്ന് നമ്മുടെ എന്തായാലും പറയുക സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് വരികയാണ് പൊന്നും കൊണ്ട്. അത് നങ്കൂരമായിട്ടിരിക്കുകയാണ്. അത് ഈ ശ്രാവണം അല്ലെങ്കിൽ തിരുവോണം ദിവസമാണ്, അല്ലെങ്കിൽ ചിങ്ങമാസത്തിലാണ് വരിക കരയിലേക്ക്. അതുകൊണ്ടാണ് പൊന്നും ചിങ്ങമാസം എന്നും പൊന്നോളം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓർമ്മകൾ അവസാനിപ്പിച്ചു. വേറെ ഓർമ്മ ഉണ്ട്, കുട്ടിക്കാലത്ത് ഓർമ്മ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ആദ്യം സ്വന്തം ഓർമ്മകൾ വരട്ടെ. പൊന്നിൻ കതിർക്കുല ഏന്തി മെല്ലെ വന്നു പോയി ചിങ്ങമാസം, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മള് കേരളത്തിലെ ഓണത്തിന് ചരിത്രപരമായ ഈ പൊന്നിന്റെ തുമ്പികൾ പാറി പറമ്പ് തോറും, അതായത് കർക്കിടകത്തിന്റെ ദുർഘടങ്ങളൊക്കെ തീർത്ത് മഴയൊക്കെ പോയി ന്യൂനമർദ്ദമൊന്നും അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അങ്ങനെ പൊന്നിൻ്റെ ചിങ്ങമാസം, അതായത് മഴയൊക്കെ പോയി നല്ല വെയിലൊക്കെ തെളിഞ്ഞ് വിദ്യാലയങ്ങളൊക്കെ പരീക്ഷ കഴിഞ്ഞ് പൂട്ടി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സമയമാണ് ഓണം. അപ്പോൾ കുട്ടിക്കാലത്തേക്ക് വരും. അതെ, കുട്ടിക്കാലത്താണ് ഈ നമുക്ക് സ്വാതന്ത്ര്യം കഴിഞ്ഞ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മൾ പോരണ വഴിക്ക് തന്നെ പൂക്കളൊക്കെ നോക്കി വെക്കും. പക്ഷേ അന്നത്തെ കുട്ടികൾക്കൊക്കെ, എനിക്കൊക്കെ, ഞാൻ എൻ്റെ ഇതാണ് പറയണത്, അതായത് ഒരു 68 കാലഘട്ടത്തിലൊക്കെ, 68-70 കളിലൊക്കെ പൂ പറിക്കാൻ പോകാനൊക്കെ വീട്ടിൽ തന്നെ ധാരാളം പൂക്കളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മളിട്ടിരുന്നത് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂ പറിക്കണമെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നല്ല, ഇരുന്നിട്ടാണ് പറിക്കുക. ചമ്പ്രം പടിഞ്ഞിരിക്കും. കാരണം നിറയെ വലിയ തുമ്പ കൂട്ടങ്ങളാണ്. അതിൽ നിന്ന് രാവിലെ വളരെയാണ്. അതിന് പറ്റിയ ഒരു മണ്ണും ഒരു കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം നല്ലോണം കിട്ടണം. അങ്ങനെയുള്ള സ്ഥലത്ത് ധാരാളം തുമ്പപ്പൂ ഉണ്ടാവും. അത് ഒരാൾ തന്നെയൊന്നല്ല പോവുക, അടുത്തുള്ള വീട്ടിലെ കുട്ടികളുണ്ടാവും, നമ്മളും എല്ലാവരും കൂടെ പോയിട്ട് ചേമ്പിൻ്റെ ഇലയിൽ, അതുപോലെ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വട്ടികളിൽ ഒക്കെ പൂ പറിക്കും. അത് നാളെ രാവിലെ ഇടാനുള്ളത് ഇന്ന് രാവിലെ തന്നെ പറിച്ചു തുടങ്ങും. വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ലല്ല, മുട്ട് പോലെ തന്നെയാണ് തുമ്പപ്പൂ ഇരിക്കുന്നത്. അത് പറിക്കും. എന്നിട്ട് എത്ര നാഴികള് 2 ഇടം കഴിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. കുറേ പൂക്കളുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്പരത്തിയും അങ്ങനെയൊക്കെ പറിച്ചിട്ട് അടിപൊളി പൂക്കളുണ്ടാവും വീടുകളിൽ തന്നെ. ഇങ്ങനെ പൂവ് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയത് അല്ലാട്ടോ. തുമ്പപ്പൂ ഇങ്ങനെ പുറത്തേക്ക് വരില്ല. അതിന്റെ പൂവ് ഒക്കെ ഉണ്ടാവുന്ന മുട്ടിന്റെ ഒരു ഭാഗമാണ് തുമ്പക്കുടം.
ഈ ഭാഗത്രേ ഉള്ളൂ. ഞാൻ പല ഭാഗങ്ങളും പല ഭാഗങ്ങളുണ്ട് തുമ്പക്കൂട്. കാലടി പോലെയൊക്കെ ഒരു ഭാഗം പറയും. അപ്പൊ അങ്ങനെ പറിച്ച് കാലടി പോലുള്ള ഭാഗം അതാണ് പറിച്ചു കൊണ്ടിരുന്നത്. വളരെ പരിശുദ്ധമാണ്, വളരെ സോഫ്റ്റ് ആണത്. അല്ല വേറെന്ന് പറഞ്ഞു തുമ്പപ്പൂവിന്റെ നൈർമല്യം എന്ന് പറയുന്നത്. അട്ടിക്ക് തുമ്പപ്പൂട ഉണ്ടാവാറുണ്ട്, നല്ല തിക്കനസിലിടാൻ ഉണ്ടാവാറുണ്ട്. കണ്ടിട്ട് കാലം പറയും. അങ്ങനെയുള്ള കാലം കഴിഞ്ഞുപോയി. പക്ഷെ ഇപ്പൊ തുമ്പ എവിടെയാന്ന് ഞാൻ തേടി നടന്നുണ്ട്. ഒരു ചോട് തുമ്പയിലും എവിടെയാണെന്ന് നോക്കിയാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ തുമ്പപ്പൂ പറിച്ചുകൊണ്ടൊരും. മത്സരമില്ല, എല്ലാവരും കൂടെ പൂവിടും. പിറ്റേ ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓണം വരെ. ഓണമാകുമ്പോൾ ഉത്രാടമാകുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. പെരുമ്പാവൂർ ആ ഭാഗത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ തുമ്പ സമൂലം പറിക്കും, വേരോടുകൂടി പറിച്ചിട്ട് ഒരു മുട്ടിയും വെച്ചിട്ട് ഇങ്ങനെ മുട്ടും. മരുന്നൊക്കെ മുറിക്കില്ലേ കഷായത്തിൻ്റെ, അതുപോലെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കും. എന്നിട്ട് ഒരു കൊട്ടയിലേക്ക് വാരി വെക്കും തലേ ദിവസം. എന്നിട്ട് പിറ്റേ ദിവസം തേവരെ കൊള്ളുകയെന്നാണ് അതിന് പറയാം. അപ്പോൾ ശരിക്ക് പൂവിളിയോട് കൂടിയിട്ടാണ് രാവിലെ എണീറ്റ് കുളിച്ച് വന്ന്. അപ്പോൾ തലേ ദിവസം തന്നെ അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഓട്ടുരുളിയിൽ ശർക്കരയൊക്കെ നല്ല പാവ് കാച്ചി വളരെ ശുദ്ധിയോട് കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുക. നാളികേരമൊക്കെ വെച്ച് അട പരത്തി അച്ഛനും അമ്മയും എല്ലാവരും കൂടും, കുട്ടികളും ഒക്കെ. എന്നിട്ട് നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പോൾ കിടക്കുമ്പോഴത്തേക്കും ഒരു 10-11 മണി അടയൊക്കെ പരത്തി ഓട്ടുകലത്തിൽ ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെച്ച് ഈയമ്പൂശനായ ഇഡ്ഡലി പാത്രങ്ങളുണ്ടാവും. അല്ല, എന്നിട്ട് അത് വെച്ച് അടയെടുക്കും. പിറ്റേ ദിവസം രാവിലെ ഒരു ആള് കിടക്കുന്ന പോലെ അത് വേഗം ഇടാനറിയാം. എങ്ങനെ വാരി തല കാല് ഇത് ഉടല് ഇത്രയായി കഴിഞ്ഞാൽ ആയി ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടങ്ങളിലൊന്നുമില്ല. എന്നിട്ട് കുടം ഉണ്ടെന്ന് വയ്ക്കും, ആവണപ്പലക വയ്ക്കും, നിലവിളക്ക്, നാളികേരം അപ്പോൾ കട്ട് ചെയ്ത് ഉടച്ച് മുറിയാക്കി നാളികേരം മുറി വയ്ക്കും. എന്നിട്ട് തേവരെ കൊള്ളും. വളരെ വൃത്തിയോടുകൂടി തേവരെ കൊള്ളുക എന്നാണ് ഞാൻ പറയുക. തേവരെ കൊള്ളുകയെന്ന് വെച്ചാൽ നമ്മൾ മഹാബലി അല്ലെങ്കിൽ വാമനനെ, മഹാവിഷ്ണുവിനെ നമ്മൾ ഇരുത്തുകയാണ് ചെയ്യുന്നത്. അതങ്ങടെ കഴിഞ്ഞ് അത് ചതയത്തിന്റെ അന്ന് ആണ് എടുത്ത് കളയുള്ളൂ. അതുവരെ മുറ്റത്ത് അത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കിടപ്പുണ്ടാവും. അതൊരു ഭയങ്കര ഒരു ഓർമ്മയാണ്. പിന്നെ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പക്കുടം കിട്ടാനില്ല. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ തുമ്പക്കുടം വേണം, പിന്നെ കാരണന്മാര് വേണം അതറിയാവുന്ന. അതെ, തുമ്പക്കുടം തന്നെ പറയാ. തുമ്പച്ചെടി മൊത്തം ആണ്. അതാണ് ഒരു അനുഭവം. പിന്നെ ഓണസദ്യ ഓണക്കോടി ഇന്നത്തെ പോലെ ബ്രാൻഡ് നോക്കുക, സ്റ്റഫ് നോക്കുക, അങ്ങനെയൊന്നും കുട്ടികളല്ലേ, അവർക്കതൊന്നും അറിയില്ല. വലിയ ആൾക്കാർക്ക് അറിയില്ല. ഒരാള് വന്നിട്ട് എല്ലാവർക്കും മുറിച്ചിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഓണപ്പുടവ എന്ന് പറഞ്ഞാൽ ചെറിയ ഈ സിൽക്കിന്റെ തുണി ഉണ്ടാവും, അതൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ മറ്റത് ഒരു ഓണക്കോടി കൊടുക്കും. അത് ചിലപ്പോൾ ലോ ക്വാളിറ്റി ആയിരിക്കും, ചിലപ്പോൾ ഹൈ ഗ്രേഡ് ആയിരിക്കും. അത് 1-2 കൂട്ടം വരും. ഒരെണ്ണം അമ്മാവൻ തരും, ഒരെണ്ണം ചേട്ടൻ തരും, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സമ്പ്രദായം കേട്ടിട്ടുണ്ടോ? ഒരാള് തലയിൽ തുണിക്കെട്ടുമായിട്ട് വരും, എല്ലാവർക്കും ഒരേ കളറുണ്ട്. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ പതിവില്ല. അത് എൻ്റെ അച്ഛൻ കടയിൽ പോയിട്ട് വരുമ്പോൾ, പക്ഷെ അതേ ഒരേപോലുള്ള കുട്ടികളുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരാണും ഒരു പെണ്ണൊക്കെ ആയി കഴിഞ്ഞാൽ അത് യൂണിഫോം ഒക്കെ ആണെങ്കിൽ ശരിയാവും. അങ്ങനെയുള്ള അനുഭവമുണ്ട്. പിന്നെ അനുഭവമൊന്നുമില്ല. നമ്മൾ വെജിറ്റേറിയനാണ്, അപ്പോൾ ഇറച്ചി, മീൻ, മുട്ട അങ്ങനെയുള്ളൊരു സംഭവം അവിടെ ഉത്ഭവിക്കാനില്ല. പിന്നെയുള്ളത് പച്ചക്കറിയാണ്. ആ പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അച്ചാറൊക്കെ നേരത്തെ ഭരണിയിലുണ്ടാവും. അറക്കകത്ത് ഭരണിയിൽ പണ്ടിട്ട മാങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവും. മാങ്ങ അച്ചാറ്. അതുപോലെ പിന്നെ നമുക്ക് വേറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിത്തൈര്, ഇഞ്ചിയൊക്കെ പറിക്കാനുണ്ടാവും വീട്ടിൽ നിന്ന് പറിക്കാൻ പറ്റാത്ത വല്ല ബീട്രൂട്ടോ
അല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാലേ ഉള്ളൂ. പയറൊക്കെ ഉണ്ട്. ബാക്കി പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവും. ചേമ്പുണ്ടാവും, മത്തങ്ങ ഉണ്ടാവും, പച്ച മത്തങ്ങ, അതുപോലെ ചേന ഒക്കെ തൊടിയെന്ന് പറിച്ചെടുക്കുകയാണ്. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് കേട്ടോ. ഇനി ഉണ്ടാവാത്തൊരനുഭവമാണത്. ഇനി ഇങ്ങോട്ട് ഉണ്ടാവാനും ഞാനെന്ന് പറയാം, ഞാനിപ്പോൾ പറഞ്ഞത് ഒരു അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞ ചരിത്രത്തിലേക്ക് പോയെങ്കിലും നമുക്കൊണ്ട് വ്യക്തിപരമായ ഓണം. ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ റോഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട്. അവിടെ എനിക്കൊന്നും ഓർമ്മയില്ല, നേരിയ ഓർമ്മയുണ്ട്, ഒരു സൊസൈറ്റി എന്തുണ്ടായിരുന്നു, ഒരു പൊതുസ്ഥാപനമാണ്, അതിൻ്റെ ആളായിരുന്നു നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ അവിടേക്ക് വരാനൊരു കോണിയുണ്ട് ഫ്രണ്ടിൽ കൂടി, അത് ഞങ്ങൾ കല്ലുകോണി എന്നാണ് പറയുക. അത് ഓപ്പനാണ്, സൂക്ഷിച്ചിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് പോരും. എന്നാൽ അകത്ത് വേറെ കോണിയുണ്ട്, ഇതേ സ്ഥലത്തേക്ക് എത്താം. അപ്പം ഞങ്ങളത് കയറാതിരിക്കും, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കുട്ടിയാകുമ്പോഴത്തെ കേട്ട അനുഭവമാണ്. കയറാതിരിക്കാൻ വേണ്ടി ആ കോണിക്ക് ഒരു അടപ്പുണ്ടത് മരത്തിൻ്റെ. അതൊക്കെ പോട്ടെ, അതല്ല, ഞങ്ങളുടെ വീട്ടിൽ പൂക്കളിടുന്നത് ഉമ്മറത്തല്ല, ഞങ്ങൾക്ക് ഉമ്മറില്ല. എന്നുവെച്ചാൽ ഉമ്മറത്ത് എന്തോ ഒരു സ്ഥാപനങ്ങളാണ്, വൈദ്യശാല ഉണ്ടായിരുന്നു, എന്തൊക്കെ ഞാൻ ഓർക്കുന്ന വൈദ്യശാലയാണ്. അതിന് മുമ്പേ ചെമ്പ് പണിക്കാരോ ഓട്ട് പണിക്കാരോ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സൊസൈറ്റിയൊക്കെ ആയിട്ട് നമ്മളുടെ പൂക്കളിടൽ വീട്ടിൻ്റെ പിൻഭാഗത്താണ്. അന്ന് ചുവന്ന പൂവ് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടം പോലെ, അതായിരിക്കും അധികം ഉണ്ടാകുക. മഞ്ഞയും കോളാമ്പി പൂവെന്ന് പറയും. ഇന്ന് ഇത്തവണ ഓണത്തിന് പൂക്കളിട്ടപ്പോൾ ഒരൊറ്റ ചെമ്പരത്തി പൂവും ഞാൻ കണ്ടില്ല. അതിന് മുമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അവരൊന്ന് വെട്ടിക്കോളൂല്ലോ, അതുകൊണ്ടാണ് ഉണ്ടാകാത്തതേ. ചെമ്പരത്തി ലേണ്ടല്ല, അത് വെട്ടി ക്ലീൻ ആക്കി. പിന്നെ എനിക്ക് വേറൊരു അനുഭവം കൂടി ഉണ്ട്. ഈ ഓണം എന്നുള്ളത് നമ്മൾ 4ാം ക്ലാസ്സിൽ 5ലൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കും. ഓണം എന്ന് എഴുതുമ്പോൾ ഒരു രക്ഷയില്ല, വനംന്നേ ഉണ്ടാവുള്ളൂ. അതൊരു വിഷമമാണ്. നമ്മൾ ഓന്ന് കൂടി ഇട്ട് 2 വട്ടം എന്തായി, കൂവിനെന്നായി അല്ലേ. അതിന് നേരെ ഹിന്ദിയിലാകുമ്പോൾ കുഴപ്പമില്ല, ഓണത്തിന് എഴുതുമ്പോഴേ. അന്ന് പിന്നെ വാട്സപ്പൊന്നും, ഇപ്പോൾ ഒരു ഇത് ഞാൻ കണ്ടു, ഓണം ഇംഗ്ലീഷിൽ മലയാളത്തിലാണോന്ന് എഴുതിയത് മനസ്സിലാവാത്ത രീതി, അത് കണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഓണത്തിന് OANA എന്ന് എഴുതിയാൽ മതിയോ, ONA എന്ന് എഴുതിയാൽ മതിയോ, എന്നെ പോലെ വേണ്ടേ, ഓനെന്ന് പറഞ്ഞാൽ പോലെ ഹാപ്പി ഓനം എന്നുള്ളത് ഇംഗ്ലീഷുകാർ പറഞ്ഞല്ലേ. അതൊരു വലിയ ഒരു വിഷമമായിട്ട് ഇന്നുണ്ട്. ഓണത്തിന് ഒരു പറ്റി ലിപിയില്ല ഇംഗ്ലീഷിൽ, ഹിന്ദി പിന്നെ ഒപ്പിക്കാം. ഇത്രയും പറഞ്ഞ ഏതാണ്ട് ആയിട്ടുണ്ടാവില്ല കുറച്ച്. അപ്പൊ ഈ സമൃദ്ധിയുടെ ഓണം എന്നാണ് പറയുക. സമൃദ്ധി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉണ്ടാക്കണതാണ് സമൃദ്ധി. അതായത് കൃഷി ഭൂമിയിലേക്ക് ഇറങ്ങുക, പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുക, കൃഷി ചെയ്യുക, അതിൽ നിന്ന് എടുത്തെടുക്കുക. പക്ഷെ കർഷകരെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്, പൂക്കൃഷി തുടങ്ങിയിട്ടുണ്ട്, ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കിറ്റ്, അതുപോലെ ഓണക്കച്ചവടം, കുടുംബശ്രീകളുടെ മേളകള്, വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവനും ഓണത്തിന് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ സമൃദ്ധിക്കുന്നൊരു കുറവില്ല. പിന്നെ മക്കളൊക്കെ വീട്ടിൽ സമൃദ്ധി കൂടിയത് കൊണ്ടുള്ള കുട്ടികളുടെ ഒക്കെ അടുത്ത് ധാരാളം പണമുണ്ട്. അതെങ്ങനെ വിനിയോഗിക്കണം എന്ന് അവർക്കറിയില്ല. കാരണം കുട്ടികൾ സമ്പാദിച്ചിട്ട് വേണ്ട ഇപ്പോൾ രക്ഷിതാക്കൾക്ക് കഴിയാൻ എന്നുള്ള ചില കുടുംബങ്ങളിലൊക്കെ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, മദ്യപിച്ച് കാർ ഓടിച്ച് മറ്റൊരുത്തിനെ കൊന്ന ഒരാളുടെ വണ്ടിയുമിലേക്ക് കയറ്റി, അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞ ഒരു വിപണന മേളയും കൂടി ആയി വിപണന മേളയാണ്. അതുപോലെ ഹെലികോപ്റ്ററിൽ മാവേലി വന്ന് ഇറങ്ങണതൊക്കെ കണ്ടു ഒരു കോളേജിൽ. അതൊക്കെ ശരിക്കും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ ധൂർത്താണ്. അതൊക്കെ മാവേലി അടുത്തല്ലോ എപ്പോഴെങ്കിലും പൊങ്ങി വരുന്നുണ്ടാവും, അടിയിൽ നിന്ന് വരുന്നുണ്ടാവും, അതിനുള്ള ഇതുണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഓണം എല്ലാവർക്കും. പാഴ്സലാണ് ഇപ്പോൾ തുണിക്കടയിൽ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ സദ്യ അടക്കം പാഴ്സല് വരുത്താൻ പറ്റും. പിന്നെ ഇപ്പം എന്താ വേണ്ടേ, അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഓണം മനസ്സിന്റെ സങ്കല്പങ്ങളാണ്, ഒത്തുചേരലിന്റെ കൂട്ടായ്മകളുടെ, ആരെയും സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക, ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൂടിച്ചേരലിന്റെ ഒരു ഇതാണ്. എല്ലാ കൊല്ലവും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാൻ ഈശ്വരൻ
ഇത് കണ്ടോ, സഹായിക്കട്ടെ. നിന്നോണം നടന്നോണം പൊക്കോണം ഇട്ടോണം ചില പ്രയോഗങ്ങളുണ്ട്. അതൊരു ഒരു ക്ലീഷ ആയിട്ടുണ്ട്, എവിടെയാണ് ഓണം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ.